ഇസഹാക്കിന്റെ സീസൺ വന്നിരിക്കുന്നു. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ഇതെന്റെ സീസൺ ആണ്. പറഞ്ഞാട്ടെ, ഇതെന്റെ സീസൺ ആണ്, എന്റെ സീസൺ ആണ്. എന്റെ പിതാക്കന്മാർക്ക് കാണാത്തത് സ്തോത്രം ഞാൻ കാണുന്നു. അബ്രഹാം കാണാത്തത് ഇസഹാക്ക് കണ്ടു. പപ്പ കാണാത്തത്, പിതാവ് കാണാത്തത് മോൻ കണ്ടു. ഭൗതിക മണ്ഡലത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിലേക്ക് ഞാൻ നോക്കി പറയട്ടെ, പിതാക്കന്മാരുടെ കാലത്തെ കാണാത്തത് ഈ തലമുറ കണ്ടേ പറ്റത്തുള്ളൂ. കാരണം അടുത്ത തലമുറ വന്നപ്പോൾ കേൾക്ക്, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്, ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഇത് വളരെ പ്രധാനമാണ്. അടുത്ത തലമുറ വന്നപ്പോ അപ്പന്മാർ പോയി. അപ്പന്മാർ കുഴിച്ചിട്ടതായ കുറച്ച് കിണറുണ്ടായിരുന്നു. അപ്പന്മാർ കുഴിച്ചിട്ടതായ ചില കിണറുണ്ടായിരുന്നു. അപ്പന്മാർ കുഴിച്ചിട്ട കുറച്ച് ക്രൂസൈഡ് ഉണ്ടായിരുന്നു. അപ്പന്മാർ കുഴിച്ചിട്ട കുറച്ച് ഇവാഞ്ചലിസം ഉണ്ടായിരുന്നു. അപ്പന്മാർ പോയപ്പോഴേക്കും ശത്രു അതിനെ മണ്ണിട്ട് മൂടി. എന്നാൽ ഈ പകൽ ദൈവത്തിന്റെ കൃപയാൽ സാത്താനെ തോൽപ്പിപ്പാൻ എന്റെ കയ്യിൽ കുറച്ച് വിത്തുണ്ട്. Yes, I have some seed. I have some seed. I have some seed. കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ അടുത്ത വർഷങ്ങളിൽ അടഞ്ഞതായ സകല ഉറവകൾ തുറന്നേ പറ്റത്തുള്ളൂ. അടഞ്ഞ ഉറവകൾ തുറക്കട്ടെ. അടഞ്ഞ മണ്ഡലങ്ങൾ, വരത്തിന്റെ മണ്ഡലങ്ങൾ, വരത്തിന്റെ മണ്ഡലങ്ങൾ, വരത്തിന്റെ മണ്ഡലങ്ങൾ, അത്ഭുതത്തിന്റെ മണ്ഡലങ്ങൾ, രോഗശാന്തിയുടെ മണ്ഡലങ്ങൾ, വെളിപ്പാടിന്റെ മണ്ഡലങ്ങൾ, അടഞ്ഞ മണ്ഡലങ്ങൾ, അടഞ്ഞ ഉറവകൾ തുറക്കട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. ഓ, ഇസഹാക്ക് വന്ന് പലയിടത്തും കുഴിച്ചു. ഇസഹാക്ക് എവിടെയൊക്കെ കുഴിച്ചോ അവിടെ എല്ലായിടത്തും വന്ന് ഓമാര് വന്ന് വഴക്കുണ്ടാക്കി. ഇസഹാക്ക് എവിടെ വന്ന് കുഴിച്ചോ അതെല്ലാത്തിലും തർക്കമായി, അതെല്ലാത്തിലും വാദമായി. ഇസഹാക്ക് എവിടെയൊക്കെയാണോ കുഴിച്ചത് അവിടെ എല്ലാറ്റിലും സ്തോത്രം അതെ അത് അൺഫുൾഫിൽഡ്. ഓ, അത് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. ഓ സ്തോത്രം, ഇവിടെ ഇരിക്കുന്ന പലരുടെ ജീവിതത്തിൽ പൂർത്തീകരിപ്പാൻ കഴിയാത്തതായ സ്തോത്രം അതേ ചില ബിസിനസ്സുകളുണ്ട്, പൂർത്തീകരിപ്പാൻ കഴിയാത്ത ചില ഡ്രീംസ് ഉണ്ട്, പൂർത്തീകരിപ്പാൻ കഴിയാത്ത ചില കോഴ്സുകളുണ്ട്. അപ്പന്മാരുടെ കാലത്ത് സ്തോത്രം അതേ സംഭവിക്കാത്തതായ ചില നന്മകൾക്കായി ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ളവർ ഒരുങ്ങട്ടെ. ഓ സ്തോത്രം, തർക്ക വിഷയങ്ങൾ എന്ന് പറഞ്ഞ് ശത്രു മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ഇന്ന് പകൽ ഞാൻ വെളിപ്പാടായി പറയട്ടെ. അവൻ ആ വിത്തുമായി ഇറങ്ങി വിതച്ചു കഴിഞ്ഞപ്പോൾ അവന് കൊയ്ത്ത് മാത്രമല്ല ദൈവം നൽകിയത് ഒരു കണ്ണ് കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ഓ മണ്ണിനടിയിലുള്ള ഉറവകളെ ദൈവം തുറന്നുകൊടുത്തു. ദൈവം തുറന്നുകൊടുത്തു. ദൈവം തുറന്നുകൊടുത്തു. പിതാക്കന്മാരുടെ കാലത്തുള്ളതായ കിണറുകൾ തുറക്കട്ടെ. പിതാക്കന്മാരുടെ കാലത്തുള്ളതായ ഉറവകൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. കേട്ടില്ല? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പിതാക്കന്മാരുടെ തിന്മകളല്ല, പകരം പിതാവ് കാണാത്തതായ വലിയ നന്മകളുടെ കുമാരങ്ങൾ യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. അങ്ങളെ, ഇതെങ്ങനെയാ കിട്ടുന്നത്? How it is going to get? സ്തോത്രം. എന്റെ അപ്പൻ കാണാത്ത ഓഫീസ്, എന്റെ അപ്പൻ ഇല്ലാത്ത പൊസിഷൻ, എന്റെ അപ്പൻ കാണാത്ത വിദേശ യാത്ര, എന്റെ അപ്പന്മാർ കാണാത്തതായ സ്തോത്രം ഓഫീസ് സമുച്ചയങ്ങൾ, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റുകൾ, എങ്ങനെയാ എന്റെ ജീവിതത്തിൽ ഇത് കിട്ടുന്നത്? Through the blood of Jesus. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. കെടുന്ന ബീജത്താലല്ല, കെടാത്ത ബീജത്താൽ വ്യർത്ഥ പാരമ്പര്യങ്ങളെ എടുത്തു മാറ്റുന്ന യേശുവിന്റെ രക്തം. ഹല്ലേലൂയ. പാരമ്പര്യ ശാപങ്ങൾ 100 കണക്കിനുണ്ടെങ്കിലും, പാരമ്പര്യ ശാപങ്ങൾ 100 കണക്കിന് നിന്നെ വേട്ടയാടുന്നെങ്കിലും ഇന്ന് പകൽ ഉത്തരം ഒന്നത്രേ. There is power in the blood of Jesus. യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട്. എഴുന്നേറ്റ് നിന്നാട്ടെ. ഈ സെന്റൻസ് പറഞ്ഞ് ഞാൻ നിങ്ങളെ പ്രാർത്ഥിച്ച് സ്തോത്രം പറഞ്ഞേക്കട്ടെ. എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു. ഹൗ ഹി ഈസ് എലിമിനേറ്റിംഗ് ദ കേഴ്സ്. എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശാപത്തെ തകർക്കുന്നത്? എങ്ങനെയാണ് കർത്താവ് യേശു ക്രിസ്തു നമ്മളിൽ നിന്ന് ശാപത്തെ എടുത്തു മാറ്റുന്നത്? ശ്രദ്ധിക്ക്. അടുത്തയാഴ്ച ഞാൻ വീണ്ടും ഇത് ആവർത്തിക്കും, അടുത്തയാഴ്ച വീണ്ടും ഇത് ആവർത്തിക്കും, അതിൻ്റെ അടുത്തയാഴ്ച വീണ്ടും ഇത് ആവർത്തിക്കും. രണ്ട് കാര്യത്തിൽ അവനെ കാൽവരി ക്രൂശിന്മേൽ കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതെ നമ്മുടെ ശാപങ്ങളെ തകർക്കുന്നത്. അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ വരുന്ന ഒരു ദൈവദാസനും നിന്റെ ശാപത്തെ തകർക്കാൻ കഴിയത്തില്ല. കർത്താവ് യേശുവിന് മാത്രമേ നിന്റെ ശാപത്തെ തകർത്ത് അനുഗ്രഹത്തിന്റെ എൻട്രൻസിലേക്ക് നിന്നെ നടത്തുവാൻ കഴിയത്തുള്ളൂ. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയ.
സ്തോത്രം. രണ്ട് തരത്തിലാണ് യേശു കർത്താവ് നിന്റെ ശാപത്തെ തകർക്കുന്നത്. നമ്പർ 1, ഗലാത്യ ലേഖനം 3:13 പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അർത്ഥം, ജീസസ് become the curse for us. യേശു നമുക്ക് വേണ്ടി ശാപം ആയി. യേശു കർത്താവ് നമുക്ക് വേണ്ടി ശാപം ആയി. യേശു കർത്താവ് ശാപം ആയത് നീ അനുഗ്രഹം ആകുവാൻ, നീ അനുഗ്രഹത്തിന് അടയാളമാകുവാൻ, നിന്റെ ഒരു മേഖല പോലും ശൂന്യമായി കിടക്കാതെ സകലത്തിലും ദൈവത്തിന്റെ അനുഗ്രഹ നിറവ് നിന്റെ മേൽ വെളിപ്പെടേണ്ടതിന് വേണ്ടി യേശു നിനക്ക് വേണ്ടി ശാപം ആയി. യേശു ശാപം ആയത് നീ അനുഗ്രഹിക്കപ്പെടുവാൻ. യേശു ശാപമായത് നീ അനുഗ്രഹിക്കപ്പെടുവാൻ. നമ്പർ 1. നമ്പർ 2, യേശുവിന്റെ തലയിൽ ഒരു മുൾക്കിരീടമുണ്ട്. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം. There are 23 types of thorns. 23 തരത്തിലുള്ള, അതെ, 23 തരത്തിലുള്ളതായ മുള്ളുകളാണ് പലസ്തീൻ നാട്ടിൽ ഉള്ളത്. പക്ഷെ യേശു കർത്താവിന്റെ തലയിൽ വെച്ചത് പാമ്പിന്റെ പല്ല് പോലെ വിഷമുള്ളതായ വിഷമുള്ള. ഒരു പാമ്പ് കടിച്ചാൽ വിഷം പരക്കുന്നത് പോലെ ഒരു മനുഷ്യ ശരീരത്തിൽ ആ മുള്ള് വന്ന് പതിച്ചാൽ ആ ശരീരം മുഴുവൻ വിഷത്താൽ ബാധിക്കപ്പെടും. അതിന്റെ പേരാണ് പിലാ ക്രിസ്റ്റി. പിലാ ക്രിസ്റ്റി എന്ന് പേരുള്ളതായ മുള്ള് യേശുവിന്റെ തലയിൽ സ്തോത്രം വച്ചിട്ട് ഒരു തടി കൊണ്ട് അടിച്ച് ഇറക്കി. സ്തോത്രം. കത്തോലിക്ക ടീച്ചിങ് ഇങ്ങനെയാണ് പറയുന്നത്, കണ്ണുകളെ കുത്തി തുരന്നുകൊണ്ട് ആ മുള്ളുകൾ പുറത്തേക്ക് നിന്നു. അർത്ഥം, നിങ്ങൾ ചോദിക്കും, 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ക്രമത്തിൽ എനിക്ക് വേണ്ടി ശാപം മാത്രമല്ല ഏറ്റെടുത്തത്, അവൻ മുള്ളാകുന്ന ശാപത്തെയും ചുമന്നു. എന്തിനു വേണ്ടി മുള്ളാകുന്ന ശാപത്തെ ചുമന്നു? യേശു മുള്ളാകുന്ന ശാപത്തെ ചുമന്നത് നീ അനുഗ്രഹത്തെ ചുമക്കുവാൻ, നീ അനുഗ്രഹത്തെ ചുമക്കുവാൻ. വീണ്ടും ഞാൻ പറയട്ടെ, നീ അനുഗ്രഹത്തെ ചുമക്കുവാൻ, നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിനും നീ അനുഗ്രഹം ചുമക്കേണ്ടതിനും. വീണ്ടും, നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിനും നീ അനുഗ്രഹം ചുമക്കേണ്ടതിനും. ഒരിക്കൽ കൂടെ, നീ അനുഗ്രഹിക്കപ്പെടേണ്ടതിനും നീ അനുഗ്രഹം ചുമക്കേണ്ടതിനും യേശു കർത്താവ് നിന്റെ ശാപത്തെ അവൻ ഏറ്റെടുത്ത്. ഓ, യേശു ആ ശാപത്തെ ഏറ്റെടുത്തത് കൊണ്ട് സ്തോത്രം. ലോകത്തിലെ ഏറ്റവും നല്ല അപ്പൻ, ഏറ്റവും നല്ല അമ്മയുടെ മകനായി മകളായി നീ ജീവിക്കുന്നു എങ്കിലും ദൈവ ശബ്ദം കേട്ട് ദൈവത്തെ ആരാധിച്ച് ദൈവകൃപയിൽ ദൈവത്തെ ആരാധിച്ച് മുന്നേറുമ്പോൾ നിന്റെ അപ്പന്മാർ കാണാത്ത കൊയ്ത്ത് നിനക്കുണ്ടായിരിക്കും. നിന്റെ കളപ്പുരം നിറഞ്ഞിരിക്കും. നിന്റെ കളപ്പുരം നിറഞ്ഞിരിക്കും. നിന്റെ ഉറവകൾ തുറന്നിരിക്കും. നിന്റെ സ്റ്റോർ ഹൗസ് നിറഞ്ഞു കവിയും. നിന്റെ ഉറവകൾ തുറന്നിരിക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാ ജന്മ നക്ഷത്രത്തിന്റെ ശാപം, എല്ലാ വംശശാപം, എല്ലാ ദേശശാപം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം പൊട്ടിമാറട്ടെ. നിന്റെ അപ്പൻ കണ്ടത് ഒന്നുമേ അല്ല, നിന്റെ അമ്മ കണ്ടത് ഒന്നുമേ അല്ല, നിന്റെ പൂർവ്വ പിതാക്കന്മാർ കണ്ടത് ഒന്നുമേ അല്ല. അവർ കണ്ടിട്ടില്ലാത്ത വലുത്, അവർ കണ്ടിട്ടില്ലാത്ത വലുത് ദൈവം നിന്നിലൂടെ വെളിപ്പെടുത്തുന്നു. കമോൺ, വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് ശക്തിയോടെ. ഓ, കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങളെ അടിച്ച് യേശുവിന്റെ രക്തം ചെയ്യാം, യേശുവിന്റെ രക്തം ചെയ്യാം. Every generational curses, എല്ലാ പാരമ്പര്യ ശാപങ്ങൾ, എല്ലാ പാരമ്പര്യ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. കുഞ്ഞുങ്ങളിൽ കുടിയിരിക്കുന്ന സകല പാരമ്പര്യ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. കുടുംബങ്ങളിൽ കുടിയിരിക്കുന്ന പാരമ്പര്യ ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ആ ഭവനങ്ങളിലുള്ള രോഗകിടക്കകൾ യേശുവിന്റെ നാമത്തിൽ ദൂതന്മാർ തകർത്തുകൊണ്ടിരിക്കുന്നു. കരങ്ങളെ അടിച്ച്
നീധമാനമം ഭിനിയം ധനരവജനദിയാക്ഷ. Come on, come on, come on, come on, come on, come on. അപ്പന് പറ്റിയ അബദ്ധം, അമ്മയ്ക്ക് പറ്റിയ അബദ്ധം, പൂർവികന്മാർക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റുകയില്ല, നിനക്ക് പറ്റുകയില്ല. പകരം അവർക്ക് കിട്ടാത്ത, അവർ പ്രാപിക്കാത്ത വലുത് 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 വലുത്. യെസ്, വലിയ കൊയ്ത്തായി, വലിയ അനുഗ്രഹമായി, വലിയ ജയമായി ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ, 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 യേശുവിന്റെ നാമത്തിൽ. എല്ലാ കണ്ണുകളും അടയട്ടെ. മിസ്രൈമിലേക്ക് അബ്രഹാം തിരിച്ചു പോയതുപോലെ വിശ്വാസ ജീവിതത്തിൽ വന്ന ശേഷം ലോകത്തിലേക്കുള്ള ഓട്ടമുണ്ടോ? ഇന്ന് പകൽ മാനസാന്തരപ്പെടാം. ഇന്ന് പകൽ തിരിച്ചു വാ. Ask the forgiveness. കർത്താവിൽ നിന്ന് ക്ഷമ ചോദിച്ചാണ്. ഞാൻ എൻ്റെ മിസ്രൈമിൽ നിന്ന് മടങ്ങി വരികയാണ്. ക്ഷാമമെങ്കിലും ഞാൻ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കട്ടെ. ക്ഷാമമെങ്കിലും ഞാൻ വിശ്വാസ മണ്ഡലത്തിൽ ദൈവമെന്നെ ആക്കുന്ന സ്ഥലത്ത് ഞാൻ പിടിച്ചു നിൽക്കട്ടെ. ഈ ക്ഷാമത്തിലും ദൈവം എനിക്ക് വേണ്ടി ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു കൊയ്ത്തുണ്ട്. ഈ ക്ഷാമത്തിലും കർത്താവ് എനിക്ക് വേണ്ടി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു കൊയ്ത്തുണ്ട്. ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു കൊയ്ത്തുണ്ട്. ഈ കഷ്ടകാലത്തും എന്റെ ജീവിതത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന ഒരു കൊയ്ത്തുണ്ട്. താങ്ക് യു ലോർഡ്. രണ്ട് കരങ്ങളെ ഉയർത്തിയാണ് നമ്മൾ പ്രാർത്ഥിപ്പാൻ പോകുന്നു. ശബ്ദമുയർത്തി പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ, ശബ്ദമുയർത്തി പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഞാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ദൈവ പൈതലത്രേ. ശബ്ദമുയർത്തി ശക്തിയായി പറ, ഒരു പാരമ്പര്യ ശാപത്തിന് എന്റെ മേൽ വാഴുവാൻ അധികാരം ഇല്ല. യേശുവിന്റെ നാമത്തിൽ സകല പാരമ്പര്യ ശാപമേ, എല്ലാ പാരമ്പര്യ ബന്ധനമേ എന്നിൽ നിന്ന് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇപ്പോൾ തന്നെ വിട്ടുമാറുവാൻ ഞാൻ കൽപ്പിക്കുന്നു. സകല ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. സകല ശാപമേ, പാരമ്പര്യ ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുക. രോഗങ്ങളായി, സ്വഭാവ വൈരൂപ്യങ്ങളായി, സാമ്പത്തിക തകർച്ചകളായി, ജീവിതത്തിന്റെ ഉലച്ചിലുകളായി കാണപ്പെടുന്ന സകല ശാപങ്ങൾ ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് വിട്ടുമാറട്ടെ. Come on, come on, come on, come on. കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഉയർത്തി. Let it break, let it break, let it break, let it break now. Let it break now. That's breaking now. That is breaking now. ഇപ്പോൾ അത് പൊട്ടുന്നു, ഇപ്പോൾ അത് ഉടയുന്നു, ഇപ്പോൾ അത് തകരുന്നു. Yes, yes. In Jesus' name, in Jesus' name, in Jesus' name. വായു തുറന്ന് പറഞ്ഞ യേശുവിന്റെ രക്തത്തിൽ, ശബ്ദമുയർത്തി പറഞ്ഞ യേശുവിന്റെ രക്തത്തിൽ ഞാനും എനിക്കുള്ള സകലത് ഇന്ന് പകൽ മറയുകയാണ്. കർത്താവായ യേശുവേ, വ്യർത്ഥ പാരമ്പര്യങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത അങ്ങയുടെ ദിവ്യ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. യേശുവിന്റെ നാമത്തില് രണ്ട് കരങ്ങൾ ഉയർത്തി പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ പാരമ്പര്യ അനുഗ്രഹങ്ങളെ ഞാൻ ഏറ്റെടുക്കുന്ന. കരങ്ങൾ ഉയർത്തി പറഞ്ഞ എന്തൊക്കെയാണോ പാരമ്പര്യ അനുഗ്രഹം ഓർമ്മ വരുന്ന വിളിച്ചു പറ. ജ്ഞാനമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, സമ്പത്താകട്ടെ, കൃപാവരങ്ങളാകട്ടെ,
ശുശ്രൂഷകളാകട്ടെ, ഭാവിയുടെ കെട്ടുമണികളാകട്ടെ, ഭവനമാകട്ടെ, ശരീര ആരോഗ്യമാകട്ടെ, ആരോഗ്യമുള്ള ദീർഘായുസാകട്ടെ. യെസ് യെസ് യെസ്. 5 മിനിറ്റ് നമുക്കുണ്ട്, 5 മിനിറ്റ്. We have lot of time. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. നിന്റെ അപ്പൻ കാണാത്തത്, നിന്റെ അമ്മ കാണാത്തത് നീ കാണും. അപ്പനില്ലാത്ത ആരോഗ്യമുള്ള ദീർഘായുസ്, അമ്മ കാണാത്ത ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ്, ആരോഗ്യമുള്ള ദീർഘായുസ്. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. പോരാ, ശക്തിയോടെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച്. എല്ലാ പാരമ്പര്യ ശാപങ്ങൾ ഇപ്പോൾ തന്നെ തകരുന്നു. പാരമ്പര്യ ശാപങ്ങൾ, പാരമ്പര്യ ശാപത്തിന്റെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു.